മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താങ്കളുടെ മകൻ വിവേക് കിരൺ എന്തെങ്കിലും സാമ്പത്തിക കുറ്റം ചെയ്തതായി സ്ഥാപിക്കാൻ ഇവിടെ ആർക്കും നിർബന്ധമോ വാശിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ അങ്ങയുടെ മക്കളെ ന്യായീകരിക്കുന്നതിൽ അങ്ങ് കാണിക്കുന്ന വ്യഗ്രത വളരെ ന്യായമാണ് താനും. എന്നാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ നിൽക്കുന്നത് പോലെ, കത്തി ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ഈ സമൻസ് വിവേക് കിരണിന് ED അയച്ച സമൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അത് മലയാള മനോരമ ദിനപത്രം 2 ദിവസങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൽ വിവേക് കിരൺ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന മേൽവിലാസമുണ്ട്. അദ്ദേഹത്തെ ഏത് കേസിലാണോ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കേസിന്റെ നമ്പറുണ്ട്. എവിടെയാണ് ഹാജരാകേണ്ടതെന്ന് വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. എന്നിട്ടും അങ്ങ് ആരുടെ കയ്യിലാണ് EDയുടെ സമൻസ് കൊടുത്തത്, ഞങ്ങൾ ആരും EDയുടെ സമൻസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മുഖ്യമന്ത്രിയുടെ മകനെ ലാവ്ലിൻ കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് അയക്കുന്നു. അത് അയക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, ക്ലിഫ് ഹൗസ്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് EDയുടെ ഒരു സമൻസ് വന്നിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അത് മാത്രമല്ല, അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൻ ഒരു സമൻസ് വരുന്നു, EDയുടെ സമൻസ് വരുന്നു. അതൊരു സാമ്പത്തിക കുറ്റത്തിൽ ചോദ്യം ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അഭിമാനിക്കത്തക്ക കാര്യമൊന്നുമല്ല. ആ ഒരു സാഹചര്യത്തിൽ ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എതിരെ കൊടുത്തു, ഇത് കിട്ടിയതായിട്ട് എന്റെ മകനും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിൽ, അദ്ദേഹത്തിന്റെ കാര്യം സമർത്ഥിക്കുന്നതിൽ അദ്വിതീയനായ ഒരു നേതാവാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ ഇന്നലെ അങ്ങയുടെ പുത്രന് ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അങ്ങയുടെ പ്രകടനം തീരെ ദുർബലമായി പോയി. അത് പറയാതെ തരമില്ല. അങ്ങ് ED അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ വാദിക്കുന്നുള്ളൂ. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ലേശം ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങും മേമ്പൊടിയായി ചേർത്തിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അയച്ചു എന്നുള്ളത് വ്യക്തമാണ്. ED അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോ ക്ലിഫ് ഹൗസിലേക്ക് വന്ന ഈ സമൻസ് എന്താ ആവിയായി പോയോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഈ ശില്പങ്ങളിലെ സ്വർണം ആവിയായി പോകുന്ന കാലമാണ്. അപ്പോൾ ഒരു സമൻസിന് അങ്ങനെ അപ്രത്യക്ഷമാകാൻ വലിയ സമയമൊന്നും വേണ്ട. അതോ മേൽവിലാസക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് തപാൽക്കാരൻ അത് മടക്കി അയച്ചതാണോ? എന്തായാലും കിട്ടേണ്ട സമൻസ്, ക്ലിഫ് ഹൗസിൽ എത്തേണ്ട സമൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് അയച്ചിട്ടില്ല എന്ന് വരുന്നില്ല. ഇനി കിട്ടേണ്ട സമൻസ് കിട്ടാതെ പോയതിലുള്ള കുണ്ഠിതമാണെങ്കിൽ ഒരു സംശയമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് EDയിലേക്ക് ഒരു കത്തയച്ചാൽ അവരതിന്റെ വിശദീകരണം തരുമെന്നാണ് തോന്നുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയോ മറുപടി കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഈ സമൻസ് എങ്ങനെ ഈ മലയാള മനോരമ പത്രത്തിന്റെ കൈവശം മാത്രം എത്തിയെന്നുള്ളതാണ് പിണറായി വിജയനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ഏജൻസിയും, അതായത് EDയും മലയാള മനോരമയും തമ്മിലുള്ള ബന്ധം? പിണറായി സഖാവേ, പണിയറിയാവുന്ന ഒരു പത്രലേഖകന് അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുവാനും പ്രസിദ്ധീകരിക്കാനും ആ പത്രസ്ഥാപനവും ഏജൻസിയും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നും വേണമെന്നില്ല. അയാളും നിരൂപിച്ചാൽ മതി. അത് മാത്രമല്ല, ജനം അറിയേണ്ട ഇത്തരത്തിലുള്ള വസ്തുതകള് 2-2.5 കൊല്ലം കഴിഞ്ഞാലും പുറത്തു വരും എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തെല്ലാം കണ്ടതാണ് ഞാൻ. എന്നിട്ട് ഒരു കൂസലും ഉണ്ടാവാതിരുന്നത് ഇതൊന്നും എന്നെ ഏശില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് അമ്പടജാന എന്ന മട്ടില് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം സർ. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതായത് അങ്ങയെ വിചാരണയ്ക്ക് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ലാവ്ലിൻ കേസ് 40 തവണയല്ലേ സാർ മാറ്റിവെച്ചത്? CBI ആണ് എന്റെ ഒരു കക്ഷി. CBI എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ, അമിത്ഷായുടെ കീഴിലുള്ളതാ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണ് ആ കേസ് ഒന്നും എടുക്കുക പോലും ചെയ്യാതെ, പരിഗണിക്കാൻ പോലും തയ്യാറാവാതെ 40 തവണ നീട്ടിവെക്കുന്നത്, മാറ്റിവെക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ED സമൻസിൽ സംഭവിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് അയച്ചതാ, പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അത് സർ, സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിന് സംഭവിച്ചതുപോലെയുള്ള ഒരു മായാജാലം അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്, അതാണ് അങ്ങയുടെ ഉറപ്പിന്റെ കാരണം. അതുകൊണ്ടാണ് അങ്ങ് ഇതൊന്നും കണ്ടാൽ കൂസൽ ഉണ്ടാവാതെ ഇരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കൂടുതൽ വിശദീകരിക്കാതിരിക്കുന്നതാണ് നന്ന്. ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേ ഉള്ളാലെ ചിരിച്ച് ശാന്തമായി അത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് തന്റെ രീതി എന്ന് നമ്മുടെ പിണറായി വിജയൻ പറയുന്നുണ്ട്. പക്ഷേ മകൾ വീണയെക്കുറിച്ച് നിയമസഭയിൽ ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങയുടെ അവിടുത്തെ പ്രകടനം കണ്ട ആളുകൾ ഇത് കേട്ട ചിരിക്കത്തേ ഉള്ളൂ. അങ്ങ് എത്രത്തോളം ശാന്തമായിട്ടാണ്, ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് അന്ന് അതിനെ നേരിട്ടതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ ഞങ്ങളൊക്കെ കണ്ടതാണ്. മകൾക്കെതിരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് ഏശാതെ വന്നപ്പോഴാണ് ഇപ്പോൾ മകനെ വിവാദങ്ങളിൽ പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ന്യായം. ഈ മകൾക്കെതിരെ ചിലതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ കരിമണൽ കമ്പനിയുമായിട്ടുള്ള ഈ മാസപ്പിടി കേസ്, അതായത് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു IT കമ്പനി CMRL എന്ന കരിമണൽ കമ്പനിക്ക് ഒരു സേവനവും കൊടുക്കാതെ 2.7 കോടി രൂപ കൈപ്പറ്റി. അതാണ് ഈ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പ്രതിപാദ്യ വിഷയം. അതിന് വീണയെ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും AC ഇല്ല എന്നാ പറയുന്നത്. ഒട്ടും AC ഇല്ല എന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി? അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അതിന്റെ അന്വേഷണം നടന്നു. വീണയെ പ്രതിയാക്കിക്കൊണ്ട് വിചാരണ നടത്താൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അനുമതി കൊടുത്തിരിക്കുക. അതുപോലെ SFIO അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അവരുടെ കുറ്റപത്രത്തിലും വീണ വിജയന്റെ പേരുണ്ട്. അപ്പൊ SFIO അന്വേഷിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. സിംഗിൾ ബെഞ്ച് തള്ളി. ഇപ്പൊ വീണ്ടും ഇത് അപ്പീൽ പോയിരിക്കുക, അതിന്റെ വാദം തുടങ്ങിയിരിക്കുക. അപ്പോൾ ഈ എക്സാലോജിക്കിന്റെ വിഷയത്തിൽ ഒന്നും AC ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ സാധിക്കുമോ? കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെയും ഓർമ്മയെയും സർ അത്രയ്ക്കങ്ങ് പരിഹസിക്കേണ്ടതുണ്ടോ? എന്ന് വെച്ചാൽ എക്സാലോജിക് കേസ് ഇപ്പോഴും സജീവമാണ്. അതിൽ നിന്ന് വീണ വിജയനെ ആരും കുറ്റവിമുക്തിയാക്കിയിട്ടില്ല. അതിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുന്ന ഹർജിയാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിലുള്ളത്. പിന്നീട് അവരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് കേസിന്മേൽ വിചാരണ നടക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലാവ്ലിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയാനാണ് സമൻസ് അയച്ചത് ED. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണെങ്കിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കാം, വേണമെങ്കിൽ പ്രതിയാക്കാം. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇതാണ് സംഭവിച്ചത്. പക്ഷേ നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അറിയാൻ മേലാത്ത ഒരാളാണ് ഈ വിവേക് കിരൺ എന്നാണ്. സർ, അതൊരു കാരണമാവുന്നില്ല സർ. ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന കാര്യം അറിയില്ല എന്നത് കേസിൽ പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ സമൻസ് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണമാവുന്നില്ല സർ. ഇതിനിടെ പെട്ടുപോയത് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ ബേബി സഖാവ. അദ്ദേഹം കയറിയ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. ഒരാവശ്യവുമില്ലായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? സമൻസൊക്കെ അയച്ചതാ, പക്ഷെ അത് കെട്ടിച്ചമച്ചതും അസംബന്ധവുമായിരുന്നതുകൊണ്ട് ED അതങ്ങ് പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു സമൻസ് ആരും കണ്ടിട്ടേയില്ല എന്ന് പറയാൻ ഊന്നിയിരിക്കുമ്പോഴാണ് നമ്മുടെ ബേബി സഖാവിന്റെ ഈ വിദഗ്ധ അഭിപ്രായം പുറത്തു വന്നത്. ദേഷ്യം വരാതിരിക്കുമോ? ദേഷ്യം വന്നു. ഉടയോന്റെ മുഖം കറുത്തതറിഞ്ഞ് ബേബി സഖാവ് പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റി. സമൻസ് വന്നോ എന്ന് അറിയില്ല എന്നായി പുതിയ പ്രതികരണം. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നൊരു തോന്നൽ ഉണ്ടായതാണ് ബേബി സഖാവിന് പറ്റിയ തെറ്റ്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ? പാർട്ടിയിൽ എല്ലാവരും അദ്ദേഹത്തിന് താഴെയാ, യാതൊരു സംശയമില്ല. പിണറായി വിജയനേക്കാൾ മുകളിലാണെന്ന് പക്ഷെ ബേബി സഖാവിന് തോന്നിപ്പോയി. അവിടെയാ കുഴപ്പം പറ്റിയത്. ബേബി സഖാവിന് ഗാസ ഉടമ്പടി, ഉക്രൈനിലെ യുദ്ധം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാം, യാതൊരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ ട്രംപിനും സെലൻസ്കിക്കും ഒക്കെ താക്കീത് കൊടുക്കാം, അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളില് പിണറായിയോട് ചോദിക്കാതെ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. ബേബിച്ചായൻ മേലിൽ ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു.